ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പൂക്കൊട്ടയാണ്. ഈ പൂക്കൊട്ട നിർമ്മിക്കുന്നതിനായി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂസ് പേപ്പറാണ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ന്യൂസ് പേപ്പറാണ് ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാനും ഇത് ചെയ്ത് നോക്കാനും മറക്കരുതേ. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അതാത് സമയത്താണ് പറയുന്നത്. ആദ്യം നമുക്ക് എടുക്കേണ്ടത് ഒരു ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഫുൾ ഷീറ്റാണ് നമുക്ക് വേണ്ടത്. ആ ഫുൾ ഷീറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് മടക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് എടുക്കേണ്ടത് ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു പേനയോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതാണ്. നമുക്കൊന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പശയുമാണ്. അതാണ് ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം എന്താ, ഞാനിവിടെ ഒരു ബ്രഷാണ് എടുത്തിരിക്കുന്നത്. പെയിൻറ്റ് ചെയ്യുന്ന ഒരു ബ്രഷാണ്. ഇതുപോലത്തെ ഒരു ബ്രഷോ ഇത്തിരി കനം കൂടാതെ ഈ ഒരളവിലുള്ള ഒരു ബ്രഷായാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് പശയാണ്. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ബ്രഷ് എടുത്തിട്ട് ന്യൂസ് പേപ്പറിൻ്റെ ഒരു സൈഡിലൊരറ്റത്ത് ചരിച്ച് വെക്കണം. നമ്മൾ മടക്കിയെടുക്കാനായിട്ട് ആണ് പോകുന്നത്. അതുപോലെ ബ്രഷ് പേപ്പറിൻ്റെ ഒരു സൈഡിൽ ചരിച്ചായിട്ട് വെക്കണം. ഇങ്ങനെ ചരിച്ചായിട്ട് വെച്ചിട്ട് അത് ചുരുട്ടിയെടുക്കണം. അത് ചുരുട്ടിയെടുക്കാൻ സൗകര്യത്തിനാണ് നമ്മൾ ബ്രഷ് വെക്കുന്നത്. ഇങ്ങനെ തിരിച്ചതിന് ശേഷം കുറച്ചൊന്ന് വന്നതിന് ശേഷം ബ്രഷ് നമുക്ക് ഊരിയെടുക്കണം. അതിനുശേഷം നമുക്ക് മൊത്തം ചുരുട്ടിയെടുക്കാം. ചുരുട്ടിയെടുക്കുമ്പോൾ ഓരോരുത്തരുടെയും സൗകര്യാനുസൃതം കൈ പിടിക്കാവുന്നതാണ്. എനിക്ക് സൗകര്യം കുറച്ചും കൂടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ആക്കുന്നതാണ്. രണ്ട് സൈഡും ഒരേ ലെവൽ തന്നെയാണോ എന്ന് നോക്കണം. മേശയിൽ തന്നെ വെച്ച് ചുരുട്ടിയെടുക്കാവുന്നവർക്ക് അങ്ങനെ തന്നെ ചുരുട്ടിയെടുക്കാം. ഇതേമാതിരി തന്നെ അത് ഓരോരുത്തരുടെയും വശം പോലെ തന്നെ ചെയ്യാവുന്നതാണ്. എനിക്ക് സൗകര്യം കുറച്ചും കൂടെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. എന്നാൽ നമ്മളിതുപോലെ ചുരുട്ടിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് പശയാണ്. പശ ആ ഒരു ഭാഗത്തേക്ക് കുറച്ച് പുരട്ടി കൊടുത്തിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു നീളത്തിൽ ഉള്ള ഒരു റോള് നമുക്ക് ലഭിച്ചു. ഇതേപോലെ തന്നെ കുറച്ചും കൂടെ ഒരു 15-18 കൂടെ നമുക്ക് ചുറ്റിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ റോളെല്ലാം ചുറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അങ്ങനെ നമുക്ക് ഈ ഓരോ റോളും വീണ്ടും നമുക്ക് ചുറ്റിയെടുക്കണം. അതിനായിട്ട് വീണ്ടും നമുക്ക് ബ്രഷ് ഉപയോഗിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ റോള് ഒന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ റൗണ്ടിലല്ലേ ഇരിക്കണേ, അപ്പം നമുക്കത് ചുറ്റാനായിട്ട് പാടാണ്. അപ്പം നമുക്കതൊന്ന് ഇതേമാതിരി ഒന്ന് പരത്തി എടുക്കണം. ഞാനിപ്പോൾ കാണിച്ചു തരാം. മേശയിൽ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് പരത്തി എടുക്കാവുന്നതാണ്. ഇങ്ങനെ കയ്യിൽ വെച്ച് അത് ഓരോരുത്തരുടെ സൗകര്യാനുസൃതം ചെയ്യാം. കയ്യിൽ വെച്ചിട്ടും ഇങ്ങനെ ഒന്ന് പരത്തി ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. അല്ലെങ്കിൽ മേശയിൽ വെച്ചിട്ട് ആണെങ്കിലും ആക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റോളുകളും ഒന്ന് ആക്കിയെടുക്കണം. ഇപ്പം നമ്മൾ ആ റോഡുകളെല്ലാം തന്നെ പരത്തിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ബാക്കിയുള്ള ഭാഗം ചുറ്റുന്നതെന്ന് നോക്കാം. ഈ ബ്രഷ് ഉപയോഗിച്ച് തന്നെയാണ്
ഞാനിപ്പോൾ ഇവിടെ ചുറ്റാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചുറ്റിയെടുക്കേണ്ടതെന്ന് നോക്കാം. ഇതേപോലെ ഒരു ഭാഗത്തേക്ക് നേരെ വെക്കാവുന്നതാണ്. എന്നിട്ട് മുമ്പേ നമ്മൾ ചുരുട്ടിയെടുക്കുന്നത് മാതിരി തന്നെ നന്നായിട്ട് ഒന്ന് ചുരുട്ടുക. നമ്മുടെ കയ്യിൽ ഒന്ന് പിടിച്ച് നിൽക്കാൻ പരുവം വരെ ആവുന്നവരെ ബ്രഷ് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് ബ്രഷ് ഊരിയെടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ ഇതേമാതിരി ഒരു റൗണ്ടിലായി കഴിയുമ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ ഒന്ന് പിടിക്കാൻ, അതിൻ്റെ സൈഡിലൊന്ന് പിടിക്കാൻ പറ്റണം. അതിനുശേഷം നമുക്കിത് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കണം. അപ്പോൾ എന്താ നമ്മളിങ്ങനെ ചുറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ റോളിൻ്റെ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ പീസും കൂടെ വെക്കണം. അതിനായിട്ട് നമുക്ക് പശ വെച്ച് എങ്ങനെയാണ് അവിടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അവസാനം വരുന്ന ആ ഒരു അറ്റത്തിൻ്റെ ഉൾഭാഗത്തേക്ക്, നമ്മുടെ ആ എടുത്ത് വെച്ചിരിക്കുന്ന റോളിൻ്റെ ഉൾഭാഗത്തേക്ക് പശ തേച്ച് കൊടുക്കണം. ഇതുപോലെ അതിൻ്റെ ഉൾഭാഗത്തേക്ക്, ആ റോളിൻ്റെ ഉൾഭാഗത്തേക്ക് പശ തേച്ച് കൊടുത്തിട്ട് വേറെ ഒരു റോൾ എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് അത് ജോയിൻറ്റ് ചെയ്യണം. ഇതേമാതിരി അതിനകത്തേക്ക് ജോയിൻറ്റ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കണം. അതിനുശേഷം നമ്മൾ റോള് വീണ്ടും ചുറ്റിയെടുക്കാവുന്നതാണ്. നന്നായിട്ട് പ്രസ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഊരിപ്പോരും. ഇതുപോലെ അതും കൂടെ ചുറ്റിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് എത്ര വലിപ്പമാണോ നമ്മുടെ റോളിന് വേണ്ടത് അതേപോലെ ജോയിൻറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. സിംഗിളായിട്ട് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജോയിൻറ്റ് ചെയ്യാതെ അത് നേരെ അങ്ങ് ഒട്ടിച്ചാൽ മതിയാവും. ഇപ്പം എന്താ, ഞാനിവിടെ ആ ഒരു രണ്ട് റോളാണ് ഞാനിവിടെ ചുറ്റിയെടുത്തിരിക്കുന്നത്. ഈ 2 റോള് മതിയാവും ഇപ്പം നമുക്ക് ഇതെടുക്കാനുള്ള എൻ്റെ ബേസിനായിട്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം. സിംഗിളാണെങ്കിൽ ഇതേമാതിരി തന്നെ ജോയിൻറ്റ് ചെയ്യാതെ ഈ ഒരു ഭാഗത്തെ ഉൾഭാഗത്ത് വരുന്ന ഭാഗത്ത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാവുന്നതാണ്. ഇപ്പം എന്താ, നമ്മുടെ പൂക്കൊട്ടയുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിപ്പത്തിനനുസരിച്ച് നമ്മൾ എത്ര വലിപ്പമാണോ എടുക്കുന്നത് ആ വലിപ്പത്തിനനുസരിച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 2 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഈ ഒരു വലിപ്പം മതിയാവും. ഇപ്പം നമുക്ക് പൂക്കോട്ടയുടെ ബേസ് മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സൈഡ് ഭാഗം കൂടെ ചെയ്യണം. അതിനായിട്ട് ഞാൻ 2 റോള് വീതം എടുക്കണില്ല. ഒരു റോള് മാത്രം ചുറ്റി ഇതുപോലെ ചുറ്റി റോളാക്കുന്നതേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഈ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുറ്റിയെടുക്കാം. എന്നാൽ നമ്മളിവിടെ ബാക്കിയെല്ലാം ചുറ്റിയെടുത്തിരിക്കുകയാണ്. ഞാൻ ബാക്കിയെല്ലാം ഓരോ റോള് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ബേസ് മാത്രമാണ് 2 റോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കപ്പം ബേസ് എടുത്ത് വെച്ചതിന് ശേഷം ഇതേപോലെയുള്ള റോള് ഇതിൻ്റെ സൈഡിലായിട്ട് വെക്കാവുന്നതാണ്. ഇതേമാതിരി സൈഡിലാക്കി വെക്കണം. ഇപ്പം ഞാൻ ഓരോന്നും ജോയിൻറ്റ് ചെയ്തല്ല വെക്കണം. ഇപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ആദ്യം ഒന്നിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ അതുപോലെ ഇതേമാതിരി അളവ് നോക്കിയിട്ട്, ചിലതിന് വീതി കുറവും ന്യൂസ് പേപ്പറിൻ്റെ വലിപ്പം പോലെ ആയിരിക്കും. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഇത് റൗണ്ടിൽ ഓരോ ജോയിൻറ്റ് വരുന്ന ഭാഗത്തും നമുക്ക് പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ ഒരു ഘട്ടം ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓരോ ലെയറും കൂടെ വെക്കണം. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ, മുമ്പേ നമ്മൾ വെച്ചിരുന്ന 2 എണ്ണത്തിൻ്റെ ഗ്യാപ്പ് വരണ ആ ഒരു ഭാഗത്താക്കിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ വെക്കേണ്ടത്. ഇതേപോലെ തന്നെ റൗണ്ടിൽ വീണ്ടും വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ തന്നെ നമുക്ക് എത്ര ഉയരമാണോ മുകളിലേക്ക് ആവശ്യം അതേപോലെ തന്നെ മുകളിലേക്കാക്കി ഓരോ റൗണ്ടും വെച്ച് എടുക്കാവുന്നതാണ്. ഇപ്പോൾ എന്താ, ഞാൻ അടുത്ത ലെയറും കൂടി ഒട്ടിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ മാത്രമേ എടുക്കുന്നുള്ളൂ.
നിങ്ങൾക്ക് ആവശ്യം എത്ര ഉയരമാണോ അതിൻ്റെ അനുസരിച്ച് ഇതേപോലെ തന്നെ ലെയേഴ്സ് മുകളിലേക്ക് വെച്ച് ഒട്ടിക്കാവുന്നതാണ്. ഇനി നമ്മളിനി ഈ റോളിന് ഈ ഒരു ഫ്ലവർ വേസിന് നമ്മൾ പെയിൻറ്റ് കൊടുക്കാനാണ് പോകുന്നത്. നമുക്ക് ഈ പത്രത്തിൻ്റെ ഒരു ഇത് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരു എടുപ്പുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു മാറ്റണമെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യണം. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്യാനാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്ലവറിന് പെയിൻറ്റ് ചെയ്ത അതേ ബ്രഷ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. ആ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളറ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു ബ്ലൂ കളറാണ് എടുക്കുന്നത്. ഇതേമാതിരി നമുക്ക് ഫുള്ളായിട്ട് എല്ലാ ഭാഗവും ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ എല്ലാ ഭാഗവും കംപ്ലീറ്റായിട്ട് അകവും പുറവും എല്ലാം കളർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഈ കളർ നമുക്കൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. നമ്മുടെ പെയിൻറ്റൊക്കെ ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനൊരു ഡിസൈൻ കൊടുക്കണം. വെറുതെ കളർ അടിച്ച് മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3D ആണ്. ഇതെല്ലാം ഫാൻസി സ്റ്റോഴ്സിലും കിട്ടുന്നതാണ്. ഇത് ഉപയോഗിച്ചാണ് ഞാനിവിടെ ഒട്ടിക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ കുറച്ച് കളർ ബോൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബോൾസാണ് നമ്മളിവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അത് ഞാൻ 3Dയും കൂടെ ചേർത്തിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം 3D കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കളർ ബോൾസ് നമുക്കവിടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കളറ് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും നമുക്കൊന്ന് കളർ ബോൾസ് വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്യാം. എന്നാൽ നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഇതേമാതിരി ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ സൈഡ് ഭാഗത്തിലാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തും കൂടെ ഇപ്പം ഞാൻ ചെറുതായിട്ട് ഇതേപോലെ ഒരു ഡോട്ട് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഫ്ലവേഴ്സ് വെച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ അത്ര കാണില്ലല്ലോ. അപ്പോൾ ഇതേമാതിരി ഞാൻ ഡോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഇതാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. സീക്വൻസ് കൊടുക്കേണ്ടവർക്ക് സീക്വൻസ് കൊടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ എല്ലാ ഡിസൈൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങാനായിട്ടൊരു 10 മിനിറ്റ് വെക്കണം. ഇതേപോലെ നമ്മൾ ആക്കിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്യുകയാണ്. നമുക്കിഷ്ടമുള്ള രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്യാം. ഫ്ലവർ വേസിൻ്റെ എല്ലാ പണികളും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഫ്ലവർ വേസ് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ വേറെ ആർക്കും പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഒപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും വിട പറയുന്നു. അടുത്ത ദിവസം വേറെ നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും എല്ലാവർക്കും ബൈ.